നിനക്കൊന്ന് ഫോൺ വിളിച്ചാ എടുത്തൂടെ? എത്ര പ്രാവശ്യം വിളിച്ച്? ഞങ്ങളും നിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നല്ലോ, ഞങ്ങൾക്കറിയാലോ എന്താ സംഭവിച്ചെന്ന് അല്ലേ? അതെ. നാണം കെട്ടത് ഞാൻ മാത്രമല്ലേ? എന്തത്? ഒരു രോഗിയെ കാണാൻ വരുമ്പോ ആപ്പിളും ഓറഞ്ചൊക്കെ തരേണ്ടത്. രോഗിയാ? ഞാൻ വെച്ചോളാം. പിന്നെ ഇവ മാനസിക രോഗിയല്ലേ? മാനസിക രോഗി ഇവന്റെ കാര്യം. പിന്നെ മനസ്സിന് വിഷമമുള്ള ഒരാൾ മാനസിക രോഗിയല്ലേ? അല്ലെങ്കിൽ ഈ പോക്കൃത്തരം കാണിക്കും. സാറിനറിയാലോ. വിനോദിന്റെ ചേട്ടാ, ഇതിപ്പോ ഒരു മലമറിക്കുന്ന സംഭവം ഉണ്ടായി കഴിയുമ്പോൾ അതിന്റെ ഹാങ് ഓവർ 2 ദിവസം ഉണ്ടാവും. അത് കഴിയുമ്പോൾ വേറെ ഏതെങ്കിലും പുതിയ മലമറിക്കുന്ന സംഭവം ഉണ്ടാകുമ്പോൾ ആൾക്കാർ ഈ മല വിട്ടിട്ട് ആ മലയുടെ പിറകെ പോവും. അത്രേ ഉള്ളൂ. നാട്ടുകാർ പറഞ്ഞിട്ട് വേണോ നമുക്ക് ജീവിക്കാൻ? അതിനടാ നീ ഇങ്ങനെ ഇരിക്കാൻ, നാളെ ഓഫീസിൽ പോകാൻ നോക്ക്. ആ വരും സാർ. സാർ ഞാൻ നാളെ തൊട്ട് വരാം. അല്ല അത് എന്താ സാർ ഒരു കൺഫ്യൂഷൻ? അവൻ വരും, ഉറപ്പായിട്ട് വരും. വിനോദേ, നിനക്കൊരു സർപ്രൈസ് തരാനാണ് സത്യം പറഞ്ഞ സാറ് വന്നത്. ഇപ്പോ താങ്ക് യു സാർ. ഈ ഒരു അവസ്ഥയില് സാറിനെങ്കിലും എനിക്കൊരു സർപ്രൈസ് തരാൻ തോന്നിയല്ലോ. ശരിക്കും സർപ്രൈസ് അല്ല, സസ്പെൻസാ. സസ്പെൻസ് അല്ല, സസ്പെൻഷൻ. ആ അതെ, സസ്പെൻഷനാ. അല്ലേലും രണ്ടും കണക്കാണല്ലോ. ഇവനറിയില്ലായിരുന്നല്ലോ. ഇപ്പൊ നിനക്കൊരു സർപ്രൈസ് ആയില്ലേ? അതാണ്.